ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ഇതിനകത്ത് അവരുടെ തോട്ട്സ് ഉണ്ടാകാം, ഫീലിങ്സ് ഉണ്ടാകാം, ഇമോഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാം. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിനോടുള്ള അവരുടെ ഒരു എനർജി എന്താണ്? വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി? കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെൻഡക്കിൾ, ടു ഓഫ് കപ്സ്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഒരു കിങ്ങിൻ്റെ എനർജിയാണ്. ആൻഡ് ടു ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. അവസാനം കിട്ടിയ കാർഡ്. ആൻഡ് 7 ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് എനർജി നോക്കുന്ന സമയത്ത് ഒരു പ്രപ്പോസിങ് ആണ് കാണുന്നത്. എഗെയിൻ ഒരു പ്രപ്പോസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവുമില്ല, റിലേഷൻഷിപ്പിൽ തന്നെയാണ്, ഒരു ഒന്നുമില്ലാതെ തന്നെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു ബന്ധമാണെങ്കിൽ അവർ കുറച്ചും കൂടി കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് തരുന്നു, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ എഗെയിൻ ഒരു പ്രപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ എഗെയിൻ അവരുടെ ഇഷ്ടം പറയുക എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നത്. നിങ്ങൾക്കൊരു സർപ്രൈസ് തരിക, നിങ്ങൾക്ക് ഒരു ഹാപ്പി ആക്കാനുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ തരിക എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിൽ, മീൻസ് ഒരു മീറ്റപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ആൻഡ് അതുപോലെ ഡ്രീം ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, സ്വപ്നം കാണുകയാണ് അവർ. ക്ലാരിറ്റിയാണ്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് ഇതിന് മുൻപേ എന്തെങ്കിലും ഫിനാൻഷ്യലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഭയങ്കരമായിട്ടും ലൈഫിനെ സ്പോയിലാക്കുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി നിങ്ങളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. ആ ഇഷ്യൂസിൽ നിന്നും എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി ഫ്ലോപ്പായി പോവുക, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ബാധ്യതയുള്ള ഒരാളാണ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ട ഒരാളാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിലാണല്ലോ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ ബ്രേക്കപ്പ് സംഭവിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ പേഴ്സൺ ഓക്കെയാണ്, അവരിപ്പം ഫിനാൻഷ്യലി ഓക്കെയാണ്, ഒരു ലക്ഷറി ലൈഫൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഇത് ഓക്കെ ആയതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾക്ക് എന്തൊക്കെയോ ഗിഫ്റ്റ് തരാൻ അവർ ആഗ്രഹിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഗിഫ്റ്റ് തരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഡ്രീം ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഫങ്ഷൻസ് വരുന്നുണ്ടാകാം, ബർത്ത്ഡേ ഫങ്ഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടാകാം.
സെലിബ്രേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് 5 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജി വരുന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഉള്ള ലോസ് അല്ലെങ്കിൽ നഷ്ടമായി പോയിട്ടുള്ള ചില ബന്ധങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായിട്ടും നഷ്ടമായി പോവുക, ബ്രേക്കപ്പിലേക്ക് പോവുക. രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടാകും ഇനി ഈ റിലേഷൻഷിപ്പ് ഇല്ല, ഇത് കട്ട് ഓഫ് ആണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വരെ വെച്ചിട്ടുള്ള ബന്ധങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു റീഓപ്പൺ അല്ലെങ്കിൽ അവർ പിന്നെയും സ്നേഹം നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൺസ് ഇവിടെ അഗെയിൻ വന്നിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഇപ്പം. വളരെ ഹാപ്പിയാണ്, അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് എന്താണോ ഇഷ്ടം, സോഷ്യൽ മീഡിയ ആണ് ഇഷ്ടമെങ്കിൽ അതിനകത്ത് റീൽസ് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അതിനകത്ത്, ഇപ്പം FB യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഇപ്പം ഇത്രയും ദിവസം അവർ ഭയങ്കരമായിട്ടും ഹാർട്ട് പെയിൻ അല്ലെങ്കിൽ പാസ്റ്റിൽ അവർ കറക്റ്റായിട്ട് അവർക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റാതെ അവർ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട്. പക്ഷേ ഇപ്പം അവരുടെ ഒരു കറണ്ട് എനർജി നോക്കുമ്പം അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇവിടെ നിങ്ങളായിട്ടും കാണുന്നുണ്ട്. കാരണം ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഇവർ ചെയ്തിട്ടുണ്ട്. അത് സക്സസ് ആയതുപോലെയാണ് കാണിക്കുന്നത്. മേ ബി നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ സന്തോഷത്തോടെ സംസാരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ എഗെയിൻ ഇതൊരു കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുണ്ടാകാം നിങ്ങൾ തമ്മിൽ. അതായിരിക്കും ഈ പേഴ്സൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. സ്ട്രെങ്ത് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളത് കാണുന്നുണ്ട്. വളരെയധികം ബോൾഡ് ആയിട്ടുണ്ട്. ഇപ്പം ഇത്രയും ദിവസം അവർ സാഡ് തന്നെയായിരുന്നു, നിങ്ങളുടെ എനർജി തന്നെയായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഈ ഒരു കറണ്ട് എനർജി നോക്കുമ്പോൾ അവർ ഭയങ്കര ബോൾഡായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഹാപ്പിനെസ് കാണുന്നുണ്ട്, വെൽത്ത് കാണുന്നുണ്ട്. അതായത് ഇപ്പം സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും തന്നെ അവർക്ക് ഇല്ലാത്ത പോലെയാണ് ഇവിടെ കാണുന്നത്. തോൽവി അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, ഒരുപാട് തോൽവികൾ അവർക്ക് ഉണ്ടായിരുന്നു, മറ്റാളുകൾ താത്തിക്കെട്ടുന്ന തരത്തിലുള്ള തോൽവികൾ ഉണ്ടായിരുന്നു, ഒരു ഉത്തരം കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള തോൽവികൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിനെല്ലാം തരണം ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കർമ്മയൊക്കെ അനുഭവിച്ചുള്ള കർമ്മ സ്റ്റേജിലൂടെ ഒക്കെ വന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ആ ഒരു എനർജി എല്ലാം കുറഞ്ഞിട്ടുണ്ട്. മീൻസ് ആ ഒരു കർമ്മയൊക്കെ അവർക്ക് ഹീലായിട്ടുണ്ട് അല്ലെങ്കിൽ ഹീലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഏസ് ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ആണ്. ഒരു പുതിയ ലൈഫ് തുടങ്ങുക എന്നുള്ളൊരു പുതിയ ജീവിതം തുടങ്ങുക എന്നുള്ളൊരു രീതിയിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ളൊരു എനർജിയാണ്. അതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ്. മേ ബി നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് മനസ്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് പറയണം എന്നുള്ളത്. അതായത് അതിലവരൊരു ഹോപ്പ് വെക്കുന്നുണ്ട്. കാരണം ഇത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാനിത് കറക്റ്റായിട്ട് ജേർണലിറ്റീൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, സംസാരത്തിൻ്റെ ഒരു കാർഡാണ്. ഞാൻ പ്രോപ്പറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് സോൾവ് ആകും എന്നുള്ളൊരു ആത്മധൈര്യം അല്ലെങ്കിൽ ഒരു ഹോപ്പ് അവർ വെക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹോപ്പിൻ്റെ ഇതിലായിരിക്കും അവർക്കൊരു ആ ഹാപ്പിനെസ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം, പലതും പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. പക്ഷേങ്കിൽ ആ സമയത്ത് അവർക്കത് തുറന്നു പറയാനുള്ളൊരു പേടി ഉള്ളിൽ ഉണ്ടായിരുന്നതുപോലെ കാണിക്കുന്നുണ്ട് പാസ്റ്റിൽ. പക്ഷെ ഇപ്പം അവരത് തുറന്നു പറയാൻ തയ്യാറാണ്. കാരണം ഇപ്പം അവർക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. എന്താണോ വരുന്നത് അതിനെ നേരിടാം എന്നുള്ളൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. നിങ്ങളോടുള്ളൊരു കറൻറ്റ് എനർജി അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളോട് എഗെയിൻ ഈ ഒരു സ്നേഹത്തെ ആവശ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ആളുടെ കറൻറ്റ് എനർജിയിൽ സാഡ് ആയിട്ടിരിക്കുന്നൊരു എനർജി അല്ല ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഹാപ്പിയാണ്, അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക.